ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് ഓഫ് വാട്ടർ ക്വാളിറ്റി. 3 ടൈപ്പ് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട്: ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. അപ്പോൾ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് വെള്ളത്തിൻ്റെ കളറ്, ടേസ്റ്റ്, ഓർഡർ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ടെർബിഡിറ്റി, TDS അതായത് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്, ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ് ഫിസിക്കൽ പാരാമീറ്റേഴ്സ്. ദെൻ കെമിക്കൽ വരുന്നത് pH, ടോട്ടൽ ആൽക്കലൈനിറ്റി, ടോട്ടൽ ഹാർഡ്നെസ്, കാൽഷ്യം ഹാർഡ്നെസ്, മെഗ്നീഷ്യം ഹാർഡ്നെസ്, ദെൻ ക്ലോറൈഡ്, സൾഫേറ്റ്, അമോണിയ, അയൺ, ഇതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ദെൻ ടോട്ടൽ കോളിഫോം ആൻഡ് ഫീക്കൽ കോളിഫോം ഇൻവോൾവ് ഇൻ ബാക്ടീരിയോളജി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കെമിക്കൽ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ് എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ ഇതിൽ പറയുന്ന എല്ലാ മെത്തേഡും APHA മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ്. APHAയുടെ ഫുൾ ഫോം അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് അസോസിയേഷൻ. ദെൻ അതിൽ ഫസ്റ്റ് നമ്മൾ pH നോക്കുക. pH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം H+ കോൺസെൻട്രേഷൻ്റെ നെഗറ്റീവ് ലോഗരിതമാണ് pH. അപ്പോൾ വെള്ളം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളം എത്രത്തോളം ബേസിക് ആണ് അല്ലെങ്കിൽ എത്രത്തോളം അസിഡിക് ആണെന്നാണ് നമ്മൾ നോക്കുക. ദെൻ നമ്മൾ അസിഡിക് വാട്ടർ ആണെന്ന് പറഞ്ഞാൽ അതിൽ എക്സ്ട്രാ H+ അയോൺസ് ആയിരിക്കും. അതുപോലെ തന്നെ ബേസിക് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ OH- കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. ദെൻ നമുക്കറിയാം pH റേഞ്ച് പറഞ്ഞാൽ 0 to 14 ആണ്. അതിൽ 7 വരികയാണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും, 7ൻ്റെ താഴെയാണെങ്കിൽ അസിഡിക്കും, 7ൻ്റെ മേലെയാണെങ്കിൽ ബേസിക് സൊല്യൂഷനും ആയിരിക്കും. ദെൻ നമ്മൾ സാധാരണ pHൻ്റെ റേഞ്ച് ഒരു ലിമിറ്റ് പറയുകയാണെങ്കിൽ, അതായത് സേഫ് ആയിട്ടുള്ളൊരു ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ലിമിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 6.5 to 8.5 വരെയാണ്. അപ്പോൾ നമുക്കൊരു വാട്ടറിൻ്റെ നമ്മൾ pH കാണുകയാണെന്ന് വിചാരിക്കാം. ഇവിടെ pH മീറ്റർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ pH മീറ്ററിനെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് പ്രോബ് ജസ്റ്റ് ഒന്ന് ഡിസ്റ്റിൽ വാട്ടർ ഇട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്യുക. ദെൻ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, pH4 സൊല്യൂഷനിൽ ആ ഗ്ലാസ് പ്രോബ് ഡിപ്പ് ചെയ്യണം. എന്നിട്ടത് 4 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ റൊട്ടേറ്റ് ടു സെറ്റ് 4 pH എന്ന് പറഞ്ഞ ആ ഒരു നോബത അത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 4 എന്ന് പറഞ്ഞ വാല്യൂ സെറ്റ് ആവേണ്ടത്. അപ്പോൾ ആ റീഡിങ് ബാറിൽ 4 എന്ന് പറഞ്ഞ വാല്യൂ കാണണം. ദെൻ അതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ pH7 എന്ന് പറഞ്ഞ സൊല്യൂഷനിൽ നമ്മൾ ഈ ഗ്ലാസ് പ്രോബ് ഡിപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ടു സെറ്റ് 7 pH എന്ന് പറഞ്ഞ നോബ് തിരിച്ചിട്ട് നമ്മൾ ആ വാല്യൂ 7ലേക്ക് മാറ്റണം. അത് കഴിഞ്ഞാൽ അതിൻ്റെ കാലിബ്രേഷൻ കഴിഞ്ഞു. ദെൻ അത് വാഷ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്പ് ഇൻ സാമ്പിൾ സൊല്യൂഷൻ, നമുക്ക് ഏത് വെള്ളത്തിൻ്റെ pH ആണോ കാണേണ്ടത് ആ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റീഡിങ് ആ pH അവിടെ കാണിക്കും. ദെൻ നെക്സ്റ്റ് ടോട്ടൽ ആൽക്കലൈനിറ്റി. ആൽക്കലൈനിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള വാട്ടറിൻ്റെ കപ്പാബിലിറ്റിയാണ്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആൽക്കലൈനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ടൈട്രേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ HCl വെച്ചിട്ട് മീഥൈൽ ഓറഞ്ചോ ഫിനോഫ്തലൈനോ ഒക്കെ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈട്രേഷൻ ചെയ്യുക. പിന്നെ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് മില്ലിഗ്രാംസ് പെർ ലിറ്റർ ഓഫ് കാൽഷ്യം കാർബണേറ്റിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ആൽക്കലൈനിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിന് വേണ്ട റിയേജൻസ് ആണ് 0.02 നോർമൽ HCl ആൻഡ് മീഥൈൽ ഓറഞ്ച്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ബ്യൂററ്റിൽ 0.02 നോർമൽ HCl ഫില്ല് ചെയ്യുക. ദെൻ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ 100 ml സാമ്പിൾ എടുക്കുക, അതായത് വാട്ടർ എടുക്കുക. ദെൻ അതിലേക്ക് 3 ഡ്രോപ്സ് മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുക. ദെൻ ഇത് വെച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യുക. അങ്ങനെ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ടു ബ്രിക്ക് റെഡ് ആണ്. അതാണ് അവിടുത്തെ എൻഡ് പോയിൻ്റ്. ദെൻ ആൽക്കലൈനിറ്റി കാണാനുള്ള കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് HCl ഇൻറ്റു നോർമാലിറ്റി ഓഫ് HCl ഇൻറ്റു 50 × 1000 ഡിവൈഡ് ബൈ വോളിയം ഓഫ് സാമ്പിൾ. നമുക്ക് കിട്ടണം വോളിയം ഓഫ് HCl. അതിനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള HClൻ്റെ നോർമാലിറ്റി പറയുന്നത് 0.02 ആണ്. ദെൻ ഇൻറ്റു 50 × 1000 ഡിവൈഡ് ബൈ നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾ 100 ml. ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വാല്യൂ കിട്ടും, ആൽക്കലൈനിറ്റിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ടോട്ടൽ ആൽക്കലൈനിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആക്കിയ റിയേജൻറ്റ് 0.02 നോർമൽ HClഉം അതുപോലെ തന്നെ മീഥൈൽ ഓറഞ്ചും ആണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് അതിൻ്റെ റിയേജൻറ്റ് പ്രിപ്പറേഷൻ അത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് 0.02 നോർമൽ HCl ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 നോർമൽ HCl ആണ് ഉണ്ടാക്കുന്നത്. ദെൻ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ 0.02 നോർമൽ HCl ആണ്
ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 1 നോർമൽ HCl ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 8 to 9 ml കോൺസെൻട്രേറ്റഡ് HCl എടുക്കണം. ദെൻ 100 ml ആയിട്ട് മേക്കപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം 1 നോർമാലിറ്റി ആണെന്ന് വിചാരിക്കുന്ന HCl അവിടെ റെഡിയായി. ഇനി അത് 1 നോർമാലിറ്റി ആണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യണം. അതിന് നമ്മൾ സോഡിയം കാർബണേറ്റ് എടുക്കുന്നത് 1 hour നമ്മൾ ഡ്രൈ ചെയ്തിട്ടുള്ള സോഡിയം കാർബണേറ്റ് ആണ് എടുക്കുന്നത്. അത് ഏകദേശം ഒരു 0.1 to 0.2 ഗ്രാമിൻ്റെ ഇടയിലൊന്ന് Na2CO3 എടുക്കാം. ദെൻ 50 ml ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുക. അതിൽ ഡിസോൾവ് ആക്കുക നമ്മൾ ഈ Na2CO3. ദെൻ 3 drops മീതല ഓറഞ്ച് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 1 നോർമൽ HCl അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ഇത് ടൈട്രേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ എൻഡ് പോയിൻ്റ് ഓറഞ്ച് ടു ബ്രിക്ക് റെഡ്. ദെൻ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് HClൻ്റെ നോർമാലിറ്റി കിട്ടും. ABC പറയണ അവിടെ കൊടുത്തിട്ടുണ്ട്. C ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ടൈറ്റർ വാല്യൂ. ദെൻ അത് വെച്ചിട്ട് നമ്മൾ HClൻ്റെ നോർമാലിറ്റി കാണാം. അപ്പോൾ ഏകദേശം 1 തന്നെ ആവണമെന്നില്ല, 0.9 അല്ലെങ്കിൽ 1 അങ്ങനെയൊക്കെ വന്നിരിക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള HClൻ്റെ നോർമാലിറ്റി, കറക്റ്റ് നോർമാലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 0.02 നോർമൽ HCl ഉണ്ടാക്കുകയാണെങ്കിൽ N1V1 = N2V2 ഉപയോഗിച്ചിട്ട് ദെൻ അതിൻ്റെ എത്രത്തോളം HCl അതിൽ നിന്ന് നമ്മൾ എടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് സപ്പോസ് ചെയ്യാം നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ നോർമാലിറ്റി 0.94 ആണെങ്കിൽ ആ നോർമാലിറ്റിയുള്ള HCl എത്രത്തോളം എടുക്കണം നമുക്ക് 0.02 നോർമലുള്ള HCl ഉണ്ടാക്കാൻ. അത് നമ്മളൊരു 500 ml ഉണ്ടാക്കുകയാണെങ്കിൽ 500 ml ഉണ്ടാക്കാനുള്ള കാൽക്കുലേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 10.63 ml HCl എടുത്തിട്ട് 500ക്ക് മേക്കപ്പ് ചെയ്യേണ്ടി വരും. അതാണ് ചെയ്യേണ്ടത്. ദെൻ മീതൽ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ 0.1 ഗ്രാം മീതൽ ഓറഞ്ച് 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ക്ലോറൈഡ്. നമ്മൾ വെള്ളത്തിലെ ക്ലോറൈഡ് കോൺസെൻട്രേഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചിട്ട് ടൈട്രേഷൻ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു വേണ്ടി യൂസ് ആക്കുന്ന റിയേജൻറ്റ് പറഞ്ഞാൽ സിൽവർ നൈട്രേറ്റും പൊട്ടാസ്യം ക്രോമേറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്യൂററ്റിൽ സിൽവർ നൈട്രേറ്റ് ഫില്ല് ചെയ്യുക. സിൽവർ നൈട്രേറ്റിൻ്റെ നോർമാലിറ്റി പറഞ്ഞാൽ ഏകദേശം 0.0282 നോർമലാണ്. ദെൻ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ 100 ml സാമ്പിൾ എടുക്കുക, അതിലേക്ക് 3 ഡ്രോപ്പ് പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യാം. ദെൻ ടൈട്രേറ്റ് അഗെയിൻസ്റ്റ് സിൽവർ നൈട്രേറ്റ്. അപ്പോൾ അവിടെ എൻ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ ടു പെയിൽ ബ്രൗൺ. അപ്പോൾ അത് ടൈട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ യെല്ലോ കളർ ഒന്ന് ഒരു ടെർബിഡിറ്റി പോലെ ഒരു വൈറ്റ് കളർ വന്നിട്ടാണത് ബ്രൗണിലേക്ക് മാറുക. ദെൻ അതിൻ്റെ കാൽക്കുലേഷന് വോളിയം ഓഫ് AgNO3, അതായത് ടൈറ്റർ വാല്യൂ, ദെൻ നോർമാലിറ്റി ഓഫ് AgNO3 × 35.45 ദെൻ × 1000 ഡിവൈഡ് ബൈ വോളിയം ഓഫ് സാമ്പിൾ. നമുക്ക് ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മൾ ക്ലോറൈഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിയേജൻ്റാണ് സിൽവർ നൈട്രേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യം ക്രോമേറ്റും. അപ്പോൾ അതിൻ്റെ റിയേജൻ്റ് പ്രിപ്പറേഷനാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ സിൽവർ നൈട്രേറ്റ് 0.0282 നോർമലാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം അതിന് എത്ര എമൗണ്ട് എടുക്കേണ്ടി വരും, എത്ര നമ്മൾ 500 ml ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 2.395. അതെങ്ങനെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ W = NeV/1000 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് N നോർമാലിറ്റി 0.082 നമുക്ക് വേണ്ടത്. ദെൻ അതിൻ്റെ ഈക്വലൻ വെയിറ്റ് എന്ന് പറയുന്നത് 169.87 ആണ്. നമ്മൾ ഉണ്ടാക്കുന്നത് 500 ml ദെൻ ഡിവൈഡ് ബൈ 1000. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 2.395. അപ്പോൾ നമ്മൾ 500 ml 0.0282 നോർമൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഗ്രാം എടുക്കണം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എപ്പോഴും നമ്മളൊരു ഡാർക്ക് ബോട്ടിൽ സൂക്ഷിക്കണം. അതായത് അതെന്താണ്, ലൈറ്റിന് വെരി സെൻസിറ്റീവാണ്. അവിടെ കെമിക്കൽ റിയാക്ഷന് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് വേണമെങ്കിൽ സിൽവർ പാർട്ടിക്കിളായി മാറും. അതായത് ഒരു ഫോട്ടോ ഡീകമ്പോസിഷൻ അവിടെ നടക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ, അതായത് നമ്മളിപ്പോൾ 0.0282 നമ്മൾ ഉണ്ടാക്കി, എന്നാലും അത് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏകദേശം അതിൻ്റെ എത്ര വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഉറപ്പ് വരുത്താൻ വേണ്ടി സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, 100 ml ഡിസ്റ്റിൽ വാട്ടർ എടുക്കുക കോണിക്കൽ ഫ്ലാസ്കിൽ. ദെൻ 5 ml NaCl ആഡ് ചെയ്യുക. അതായത് അതും 0.0282 നോർമാലിറ്റി ഉള്ള NaCl ആണ് എടുക്കാൻ. ദെൻ 3 ഡ്രോപ്പ് പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുക. ദെൻ സിൽവർ നൈട്രേറ്റ് വെച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യുക. അവിടെ എൻ പോയിൻ്റ് പറയുന്നത് യെല്ലോ ടു പെയിൽ ബ്രൗൺ തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സിൽവർ നൈട്രേറ്റിൻ്റെ നോർമാലിറ്റി കിട്ടും. അത് ശരിക്കും നമ്മൾ 0.0282 ആവണമെന്നില്ല, ഏകദേശം അതിൻ്റെ അടുത്തായിരിക്കും.
വേണമെങ്കിൽ നമുക്കത് രണ്ടു വട്ടം ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മീനൊക്കെ എടുത്തിട്ട് അതിൻ്റെ നോർമാലിറ്റീൻ്റെ കാൽക്കുലേഷനിൽ കൊടുക്കാം കേട്ടോ. ദെൻ പൊട്ടാസ്യം ക്രോമേറ്റ് 5 gram പൊട്ടാസ്യം ക്രോമേറ്റ് എടുത്തിട്ട് 100 ml ഇതാക്കാം, ഡിസോൾവ് ചെയ്യാം. ദെൻ ആഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് സിൽവർ നൈട്രേറ്റ് ആഫ്റ്റർ മേക്കിംഗ്.